ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ജകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ കുരുതേ ഗംഗാസാഗരഗമനം വ്രതപരിപാലനമഥവാ ദാനം കുരുതേ ഗംഗാസാഗരഗമനം വ്രതപരിപാലനമഥവാ ദാനം ജ്ഞാനവിഹീന സർവമതേന മുക്തിർഭവതി ന ജന്മശതേന ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. കുരുതേ ഗംഗാസാഗരഗമനം വ്രതപരിപാലനമഥവാദാനം ജ്ഞാനവിഹീന സർവമതേന മുക്തിം ഭജതി ന ജന്മശതേന. പല പല പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാം. അതാണ് പറയണം, നിനക്ക് തീർത്ഥയാത്ര നടത്താം, ഗംഗയിൽ ചെന്ന് സ്നാനം ചെയ്യാം, ഗംഗാസാഗര സംഗമം കണ്ടിട്ട് നിനക്ക് അവിടെ സ്നാനം ചെയ്ത് നിൻ്റെ ശരീരം ശുദ്ധമാക്കിയെന്ന് വരാം. അതുപോലെ അനേകം വ്രതങ്ങൾ, ഏകാദശി വ്രതം, ദ്വാദശി വ്രതം തുടങ്ങിയതായ പ്രദോഷവ്രതം, സോമവാരവ്രതം, ഷഷ്ഠീവ്രതം തുടങ്ങിയ അനേകം വ്രതങ്ങളും അനുഷ്ഠിക്കാം. വ്രതപരിപാലനം, പിന്നെ ദാനം ചെയ്യാം, ഗോദാനം, ഭൂദാനം മുതലായ മഹത്തായ ദാനങ്ങൾ നിർവഹിക്കാം. പക്ഷേ ഇതുകൊണ്ടൊന്നും നിനക്ക് ആ ശാശ്വതമായ സുഖം, ആത്യന്തിക സുഖം എന്ന് പറയുന്നത് മോക്ഷം നേടാനാവില്ല. ആത്യന്തികമായ സുഖം നേടണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതെന്താണ്? ജ്ഞാനം. അതുകൊണ്ടാണ് തമേവ വിദിത്വ അതിമൃത്യുമേതി നാന്യപന്ഥാ വിദ്യതേയനായ എന്ന് ശ്രുതിവാക്യം പറയുന്നു. തമേവ വിദ്യ, ആ പരമാത്മാവിനെ നേരാം വണ്ണം അറിഞ്ഞാൽ മാത്രമേ നിനക്ക് മരണത്തിൽ നിന്ന് മോചനം നേടാനാകൂ, മരണത്തെ അതിക്രമിക്കാനാകൂ. ആ നാന്യപന്ഥാ വിദ്യതേയനായ അവിടെ ചെന്നെത്താൻ മറ്റൊരു വഴിയുമില്ല. ഒരൊറ്റ വഴി ആത്മജ്ഞാനം. ആത്മാവ് താനാരെ, ഞാനാരെ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാനാരൊക്കെ മനസ്സിലാക്കുമ്പോൾ പിന്നെ അറിയാൻ അതൊന്നുമില്ല. കാരണം ഞാൻ എന്ന് പറയുന്ന പരമാത്മാവ് തന്നെയാണ്. ആ പരമാത്മാവിന് സുഖമില്ല, ദുഃഖമില്ല, ഒന്നുമില്ലാത്ത ജ്ഞാനസ്വരൂപൻ, സത്യാനന്ദ സ്വരൂപനാണ് ആത്മാവായി ഞാനാണ് എന്ന് മനസ്സിലാക്കാതെ എത്ര ജന്മം നീ ഇതൊക്കെ അനുഷ്ഠിച്ചാലും, ജന്മശതം 100 ജന്മങ്ങൾ എടുത്താലും മുക്തിം ന ഭജതി, മോക്ഷത്തെ നീ പ്രാപിക്കില്ല. എങ്ങനെ? ജ്ഞാനവിഹീന, ആത്മജ്ഞാനമില്ലാതെ ഞാൻ ആരാണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെ ഒരു മനുഷ്യനും എത്ര ജന്മങ്ങൾ ശ്രമിച്ചാലും നിനക്ക് മോക്ഷം നേടാനാവില്ല. അല്ലയോ മനുഷ്യ? അതുകൊണ്ട് നീ ശ്രുതിയിൽ തന്നെ പറയുന്നു, യാഗാദികളൊക്കെ ചെയ്യാം. അതുകൊണ്ട് എന്തുണ്ടാകും? അറിയാനുള്ള ആഗ്രഹമേ ഉണ്ടാകും, അറിവുണ്ടാവില്ല. യജ്ഞേന വിവിധിഷന്തി യജ്ഞേന ദാനേന തപസ അനാശകേന എന്ന് യജ്ഞദാനാദികൾ കൊണ്ട് അറിയാൻ ആഗ്രഹമുണ്ടാവും. അറിയണമെങ്കിൽ പിന്നെ ഗുരുവിനെ സമീപിച്ച് ഗുരുവിൽ നിന്നും ഉപദേശം ഗ്രഹിക്കണം. അതാണ് ശ്രവണം. ശ്രവണം കഴിഞ്ഞാൽ മനനം ചെയ്യണം. മനനം ചെയ്ത് അത് ജിജ്ഞാസനം വേണം, ബ്രഹ്മഭാവന വേണം. അങ്ങനെ ബ്രഹ്മഭാവന കൊണ്ട് ഞാൻ പരമാത്മാവായ ബ്രഹ്മം, സച്ചിദാനന്ദരൂപമായ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള അവസ്ഥയിലെത്തിയാൽ അഭയമായി. അഭയം എന്ന് പറയുന്നത് ഭയമില്ലാത്തൊരവസ്ഥയാണ്. രണ്ടാമതൊന്നില്ല. ദ്വിതീയാദ്വൈ ഭയം ഭവതിന, ഭയം വരുന്ന രണ്ടാമതൊന്നുണ്ടെങ്കിലേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല. അങ്ങനെ അഭയസ്ഥാനമായ മോക്ഷത്തിൽ എത്തണമെങ്കിൽ ഈ ജ്ഞാനം തന്നെ വേണം. അതുകൊണ്ടാണ് എത്ര ജന്മശതമായാലും അത് വ്രതപരിപാലനാദികൾ കൊണ്ട് ജ്ഞാനമില്ലാതെ എത്ര ജന്മങ്ങൾ എടുത്താലും മോക്ഷം നേടാനാവില്ല. അതുകൊണ്ടാണ് ജ്ഞാനവിഹീന സർവമത, എല്ലാ മതത്തിലും, അദ്വൈത ശങ്കരാചാര്യ മതത്തിലുമല്ല,
എല്ലാ ദ്വൈതികളായാലും അദ്വൈതികളായാലും വിശിഷ്ടാദ്വൈതികളായാലും ബൗദ്ധന്മാരായാലും എല്ലാവർക്കും വേണം. ജ്ഞാനമില്ലാതെ അവരെ ഒരിക്കലും ഈ സംസാര ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഭഗവാനെ ഭജിച്ച് ആ ഭഗവത് ഭക്തി കൊണ്ട് ജ്ഞാനം നേടി, ജ്ഞാനം കൊണ്ട് നീ മോക്ഷം നേടാൻ ശ്രമിക്കൂ. അങ്ങനെ നീ മനുഷ്യജന്മത്തെ സഫലമാക്കൂ. വെറുതെ ഈ മനുഷ്യജന്മം പാഴാക്കി കളയരുത് എന്ന് ആചാര്യർ ഉപദേശിക്കുകയാണ്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അതുകൊണ്ട് ഭഗവത് ഭജനമാണ് ജ്ഞാനത്തിലെത്താനുള്ളതായ ഒരു ആദ്യത്തെ സോപാനം.